ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും ദൈവം ഇത്രയും അടുത്തിരിക്കുന്ന ഒരു ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ? ദൈവത്തോടടുത്ത് ചെല്ലുമ്പോഴൊക്കെയും നമ്മോടടുത്തു വരുന്ന ഒരു ദൈവം മാത്രമല്ല, ശ്രേഷ്ഠജാതി എന്ന പേർ വിളിക്കപ്പെട്ട ജനവും. പ്രിയപ്പെട്ടവരെ, മറ്റൊരു ജാതിയിലും ഇല്ലാത്ത, മറ്റൊരു വ്യവസ്ഥയിലുമില്ലാത്ത ഒരനുഭവമാണ് ദൈവത്തോടടുത്ത് ചെല്ലുമ്പോൾ നമ്മോടടുത്ത് വരുന്നവനായ ദൈവം. ഹൃദയത്തിൻ്റെ ഭാരമേറിയ അനുഭവങ്ങളുമായി പലപ്പോഴും ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ നാം അറിയാതെ നമ്മുടെ അടുത്തേക്ക് വരുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുമ്പോൾ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ട് ഹൃദയവിചാരങ്ങളെ നല്ലവണ്ണം അറിയുന്നൊരു ദൈവം നമുക്കായി ഉത്തരമരുളുന്നുണ്ട്. ഇവിടെ ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് യാത്ര തുടങ്ങിയപ്പോൾ മുതൽ, അവരെ വിളിച്ചിറക്കിയ നാൾ മുതൽ കനാനിലെത്തിക്കും വരെയും കൂടെ ഇരുന്നവനായ ഒരു ദൈവം. ഒറ്റ കാര്യമേ ജനത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ: യഹോവയുടെ ന്യായപ്രമാണങ്ങളെ അനുസരിക്കണം. ദൈവത്തിൻ്റെ ന്യായപ്രമാണങ്ങളെ രാപ്പകൽ ധ്യാനിക്കണം. ദൈവവചനം അനുസരിക്കണം. കൽപ്പന പ്രകാരം ജീവിക്കണം. ഈ ഒരൊറ്റ കാര്യം മാത്രമേ യഹോവയായ ദൈവം ജനത്തോട് ആവശ്യപ്പെടുന്നുള്ളൂ എല്ലാ കാലത്തും. ഇന്ന് രാവിലെ സമയം ദൈവകൽപ്പനയോട് മറുത്തു നിൽക്കാതെ ദൈവകൽപ്പനകളെ അനുസരിച്ച് ദൈവത്തിനു വേണ്ടി ജീവിച്ചാൽ, ദൈവീയ പാതയിൽ ജീവിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മോട് അടുത്തു വരുന്നൊരു ദൈവമാണ്. നിങ്ങളുടെ ജീവിതത്തെ ഭാരപ്പെടുത്തുന്ന ഏതു വിഷയവുമായിരിക്കട്ടെ, ഹൃദയം വല്ലാതെ കലങ്ങിമറിയുന്ന ഒരു ഭാരമേറിയ അനുഭവവുമായി നിങ്ങൾ ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, കർത്താവിനോട് അടുത്തു വരുവാൻ തീരുമാനമെടുക്കുക. ഈ തിരുവചനം നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരമാക്കിയാൽ ആ വചനത്തിൽ കൂടെ ദൈവത്തിൻ്റെ ശക്തി ഇന്ന് രാവിലെ നമ്മളിലേക്ക് വ്യാപരിക്കപ്പെടും. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. രാവിലെ ഹൃദയവേദനയോടെയാണോ ആയിരിക്കുന്നത്? മനസ്സ് തകർന്നിരിക്കുന്ന ഒരു അനുഭവമായിട്ടാണോ ആയിരിക്കുന്നത്? എന്ത് ചെയ്യണം, മുന്നോട്ടുള്ള പാത ഏതെന്നറിയാൻ വയ്യാത്തൊരു വഴിയിലാണോ നിങ്ങൾ ഇരിക്കുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, എൻ്റെ അടുക്കലേക്ക് വരുവീൻ. യേശുവിൻ്റെ സന്നിധാനത്തിലേക്ക് കടന്നു ചെന്നാൽ, ദൈവീയ പാദപീഠം നിങ്ങളുടെ ആശ്രയമാക്കിയാൽ, ഇന്ന് നിങ്ങൾ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹം പ്രാപിപ്പാനിടയായിത്തീരും. വഴി ഇതാകുന്നു എന്ന് പറഞ്ഞ് നമ്മെ നടത്തുന്ന സർവശക്തിയുള്ളൊരു ദൈവമാണ് രാവിലെ സമയം നമ്മെ പരിചയപ്പെടുത്തുന്നത് യേശു ക്രിസ്തു. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് വരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങളുടെ വിഷയത്തിന്മേലൊരു വിടുതൽ ഉണ്ടാകും. ആമേൻ.